എസ്കേപ്പ്. ഓ, ലഡാക്കിൽ പോയപ്പോൾ ഇത്ര വലിയ അനുഭവം കിട്ടില്ല അല്ലേ എൻ്റെ മോനെ. വിചാരിച്ചോടെ അല്ലട്ടാ, അടിപൊളി ട്രാക്ക്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മുടെ ആ ഒരു കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞപ്പം പൊതുവായിട്ട് എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഓഫ് റോഡ് പോകുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പം ശരിക്കും മലയാളികൾക്ക് ഓഫ് റോഡ് കിട്ടാൻ വളരെ ചാൻസ് കുറവാണല്ലോ, കാരണം നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഹൈവേ റോഡുകളാണ് അല്ലേ, അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ പഞ്ചായത്തും അതുപോലെ ഗവൺമെൻറ്റും തന്നെ നമുക്ക് ഓഫ് റോഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം കാശ്മീർ ലഡാക്ക് പോകുന്ന റൈഡേഴ്സിന്, അല്ലെങ്കിൽ ഇപ്പം ഈ വലിയ മലകളിലൊക്കെ ഓഫ് റോഡ് ജീപ്പൊക്കെ കയറ്റി പോകുന്ന ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് നല്ല നല്ല ഓഫ് റോഡുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നും വേണം കേട്ടോ. അങ്ങനെയുള്ള ഒരു ഓഫ് റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. ഏകദേശം 3-4 കിലോമീറ്ററോളം നമ്മുടെ പഞ്ചായത്ത് ഇവിടെ നമുക്ക് ഓഫ് റോഡ് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം പിന്നെ കാശ്മീരിൽ പോകുന്നവർക്കും ലഡാക്ക് പോകുന്നവർക്കൊക്കെ ആ ട്രിപ്പിന് മുമ്പ് ഇവിടെ വന്ന് സൗജന്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പിന്നെ ഈ റോഡിലേക്ക് കൂടി വണ്ടിയൊക്കെ ഓടിച്ച് ചളിയിലൊക്കെ ഇങ്ങനെ ഒന്ന് കുളിച്ചും എന്താ പറയുക, അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഓഫ് റോഡ് ട്രാക്കുകൾ. നമുക്കിപ്പോൾ നമ്മളിവിടെ ഒരു ഓട്ടോറിക്ഷ ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. കാരണം അറിയാമല്ലോ, ഈ ട്രാക്ക് ഓഫ് റോഡ് ട്രാക്ക് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇതിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന പറയുന്നത്. ചോദിച്ചോട്ടോ. ബ്രോ, പേരെന്താ ബ്രോ? എന്റെ പേര് ശമൽ, ഞാൻ കരിയാലോടുന്ന്. അപ്പൊ ഇതുവഴി ഇപ്പം ഡെയിലി ബൈക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നുണ്ട് ഇവിടെ? ഓ പിന്നെ ബൈക്കാ ഓട്ടോ വരുന്നുണ്ട്, എന്താ സുഖം അറിയില്ലോട്ടോ ഓടെ. അപ്പോൾ ഈ ഓഫ് റോഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നെ അപ്പൊ ഇങ്ങക്ക് അതിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല? ഇപ്പൊ ഇത്രകാലം വണ്ടികൾ വന്ന് ഇവിടുന്ന് ഓഫ് റോഡ് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ അനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല സുഖാ ഇതിലോട്ട് പോവാ. ടയറും തയ്യൂല, ഒന്നുമില്ലല്ലോ, പിന്നെ നല്ല നല്ല കുഴപ്പമില്ലല്ലേ. അപ്പം ഞാനിപ്പം എല്ലാവരും പറയുന്നത് ബൈക്കിൽ ആൾക്കാരോട്, ലഡാക്കും ഹിമാലയൊക്കെ പോകുന്ന ആൾക്കാരോട് പറയുന്നത്, അതിന് മുമ്പ് നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഈ ട്രാക്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ലെവലാക്കിയിട്ട് പോകാനാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ലല്ലേ, എന്തായാലും വരണല്ലേ? വരണം. ഒരു 10,000-2,000 വണ്ടി വരുന്ന ഏറ്റവും നല്ലതെന്ന് വെച്ചാല് ഇതിലൂടെ വേഗം പഠിച്ച് നല്ല റെഡിയാക്കാലോ. ഓഫ് റോഡ് റോഡിൽ പഠിച്ച് സെറ്റപ്പ് ആയി കഴിഞ്ഞാല് നമുക്ക് എന്താ പറയണ്ടേ, അടിപൊളി. അപ്പൊ പിന്നെ ഈ പഞ്ചായത്തിനോട് നന്ദി പറയാനുണ്ടോ ഇങ്ങനെ ഒരു റോഡ് വന്നതില്? പഞ്ചായത്തോട് പിന്നെ കടപ്പാടേ ഉള്ളൂ, കടപ്പാട്. ഒരുപാട് ആൾക്കാരെ ഓഫ് റോഡ് പോകാൻ വേണ്ടിട്ട് അല്ല ഇത്രയും വലിയൊരു സംഭവം നമ്മൾ പഞ്ചായത്ത് ചെയ്ത് തരുമ്പോൾ നന്ദി തന്നെയല്ലേ? ഓക്കെ ബ്രോ, ഏതായാലും നമ്മളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. ശരിക്കും ആ ഓട്ടോക്കാരൻ പറഞ്ഞ കേട്ടിട്ടില്ലേ? അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലുള്ള പ്രാക്ടീസ് ആണ് കേട്ടോ. പിന്നെ ഇതൊരു സ്കൂളാണ്, അപ്പോൾ സ്കൂളിലെ കുട്ടികളൊക്കെ ഇപ്പം ചളി കാരണം അവർക്ക് നടക്കാൻ പറ്റുന്നില്ല, അവിടെ നമുക്ക് സുഖമാണ്, വണ്ടിയുടെ സുഖമായിട്ട് വരാം കേട്ടോ. അപ്പം ബ്രോ ഒരു സെക്കൻഡ്, നമുക്കൊരു ബ്രോനെ കിട്ടിയിട്ടുണ്ട്. ഹായ്, എന്താ ബ്രോന്റെ പേരെന്താ? എൻ്റെ പേര് വിഷ്ണു. വീട് എവിടെയാ? അടിപൊളി തന്നെ. ബ്രോ, നമ്മളിപ്പോ ഇരിട്ടിയിലാണ്, നമ്മളെ ക്ലബിന്റെ ഓഫ് റോഡ് പ്രാക്ടീസിന് വേണ്ടി വന്നത് ഇവിടെ. പിന്നെ നല്ല റോഡല്ലേ ഓഫ് റോഡിലേക്ക്? അടിപൊളിയല്ലേ? ഇങ്ങനത്തെ റോഡ് പഞ്ചായത്തിൽ നമുക്കൊന്നും കേരളത്തിൽ ഇല്ല, വേറെ ഏത് പഞ്ചായത്തും കൊടുക്കുന്നില്ല ഇത്രയും നല്ല റോഡ്. പിന്നെ പായം പഞ്ചായത്തിൽ ഏറ്റവും മികച്ചൊരു കഴിവല്ലേ ഈ റോഡ്. അടിപൊളി അടിപൊളി. ബ്രോ അഭിമാനിക്കുന്നുണ്ട് ഈ പഞ്ചായത്തിൽ? ഇത് നമ്മളെ പുതിയ തലമുറകൾക്ക് ഓഫ് റോഡ് പഠിക്കുന്ന ഏട്ടന്മാരും ചെറിയ കുട്ടികൾ ഇപ്പൊ സൈക്കിൾ എടുത്തില്ല കറങ്ങല ഓഫ് റോഡ്. അടിപൊളി അടിപൊളി. ഇതൊക്കെ ഹിമാലയത്തിലേക്ക് ട്രിപ്പെല്ലാം പോകുന്നവർക്ക് ഒരു ഇതിലേക്ക് പോയിട്ട് അവരൊന്നും പിന്നെ ഒന്നും പേടിക്കണ്ട, ഒരു വഴിയിലേക്ക് ഇനിയവർക്ക് ഒരു പ്രശ്നം വരാനില്ല. ഈ റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്ത്യയിൽ എവിടെയും പോകാം, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇവിടെ. അപ്പൊ ഇവിടെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ? ഡെയിലി രാവിലെ തൊട്ട് ഇവിടെ ബൈക്കാർ വരുത്താം. അത് ഏതൊക്കെ രീതിയിലാണ് വരുന്നേ, കിറ്റിലിട്ടിട്ട് വരുന്നത്. പിന്നെ അടിപൊളി അടിപൊളി അടിപൊളി. അപ്പം ബ്രോ എന്താ പറയുന്നത്, ഇപ്പം ഇത്രയും ഒരു നല്ല കാര്യം ചെയ്യുന്നത് ആർക്കാ ശരിക്കും ഇതിന്റെ ക്രെഡിറ്റ് കൊടുക്കണ്ടേ? സത്യം പറഞ്ഞാൽ പഞ്ചായത്തുകാർക്കും, പിന്നെ നമുക്ക് ഈ ഇതിങ്ങനെ രീതിയിലാക്കി തന്നെ മറ്റേ ഈ കോൺട്രാക്ടർമാരല്ലേ, അവർക്കാണ് ഇത് നമ്മൾ ഏറ്റവും പറഞ്ഞ നമ്മൾ നന്ദിയാണ് നാട്ടുകാരുടെ. ഇവർക്കാണ് ശരിക്കും നമ്മൾ നന്ദി പറയേണ്ടത്. അതെ, ഈ ജീപ്പ് ഡ്രൈവർ ഇപ്പൊ അല്ല, ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഇനിയിപ്പോ ഇവിടെ വേണം പോവാം. ഇവിടെ പോയാൽ പിന്നെ എവിടെയും പോകാം. ആ ഒരു ഇതുണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ട്രാക്ക്? ഇതിപ്പോ 2 കിലോമീറ്റർ ഉണ്ട്. 2 കിലോമീറ്റർ നമുക്ക് ഉടനടി തന്നെ ബാക്കിയും കൂടി ആക്കി തരും അവര്. മുകളിലൊക്കെ അവര് പണിയെടുക്കുന്നത്, മഴ കൂടുന്നതനുസരിച്ചിട്ട് അവര് പഞ്ചായത്ത് പണി നടന്നു കൊടുക്കുന്നത്. നമുക്ക് മണ്ണ് വിട്ട് നല്ലോണം ഫില്ല് ചെയ്ത് തരും. നമ്മൾ ഈ വീടിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈടെ കുറെ കുട്ടികളും ചളിയിറങ്ങില്ലേ, അപ്പൊ നമുക്ക് അവരെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും?
ഇല്ല, അപ്പൊ കുട്ടികൾ രാവിലെ ക്ലാസ്സിൽ കയറി പിന്നെ വൈകുന്നേരല്ലോ ഇതിനിടക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. പിന്നെ അവരിന് ചളിയാണെന്ന് നടക്കുന്നില്ല. ഇല്ല, അവരങ്ങ് നടന്നു കളിക്കും. അവരെന്തിനാ പഠിക്കുന്നില്ല? ഇതിന് നമ്മള് യൂത്തന്മാർക്ക് മാത്രം കൊടുക്കുന്ന ഇവിടെ നമ്മൾ അവരെ നോക്കണ്ട. പിള്ളേർ ചളിയിൽ നടന്നോ, പിള്ളേർ പഠിച്ചോ ഇല്ലയോ, ചളിയിൽ നടന്നോ ഇല്ലോ, നമ്മൾ നോക്കണ്ട ആവശ്യമില്ല. നല്ല കാര്യം ചെയ്തിട്ട് നമ്മൾ ഓക്കെ ഓക്കെ. നമ്മളേതായാലും ഡ്രൈവ് ചെയ്തിട്ട് നമുക്കിവിടെ ഫീസ് എന്തെങ്കിലും ഈ റോഡ് നമുക്ക് ഇല്ല ഞങ്ങൾ ഇപ്പൊ സൗജന്യമായിട്ട് കൊടുത്തിയാണ്. എന്ന് വെച്ചാൽ ഫീസ് വാങ്ങാൻ കഴിയില്ല. എന്തിനാ വെറുതെ ഫീസ് ആയ ആൾക്കാരുടെ എണ്ണം കുറയും. അപ്പൊ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കലാണെങ്കിൽ ആൾക്കാർ നന്നായാൽ മതിയല്ലേ? പിന്നെ ഓക്കെ. അപ്പൊ ഏതായാലും നമ്മൾ 2 വണ്ടി നമ്മുടെ അടുത്തുള്ള നമ്മളൊന്ന് ഓഫ് റോഡ് കയറി നോക്കട്ടെ കേട്ടോ. ഓക്കെ ബ്രോ, താങ്ക്സ് കേട്ടോ. ബ്രോന്റെ പേര് പറഞ്ഞില്ല? എൻ്റെ പേര് വിഷ്ണു. ഓക്കെ ബ്രോ. നമുക്കൊരു കാര്യം ചേട്ടോ, നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് ഐശ്വര്യമായിട്ട് നമുക്ക് ഈ ട്രാക്കിലൊന്ന് ഇറക്കി നോക്കാം. പിന്നെ എനിക്ക് കുറച്ച് പേടിയെല്ലാം കാരണം എന്താ പറയുക, ഇത് ഒരു ഗവൺമെൻറ് ട്രാക്ക് ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലയിലാവുമോ എന്നൊക്കെ പേടിയുണ്ട്. എന്നാലും നമുക്കൊന്ന് ഇറങ്ങി നോക്കല്ലേ, നമുക്ക് ഏതായാലും പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നാളെ വരുന്നവർക്കും അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഞാനും എൻ്റെ ക്ലിക്കാണുള്ളത്, പിന്നെ നമ്മുടെ അമേഷിൻ്റെ ഇതുണ്ട്, ഹിമാലയ, നമ്മുടെ KL 78 ക്ലബ്ബിലെ വണ്ടികൾ രണ്ടും. അപ്പോൾ ഞങ്ങൾ 2 വണ്ടികളായിട്ടാണ് പ്രാക്ടീസിന് വന്നിട്ടുള്ളത്. ഹെൽമെറ്റ് ഇടാതെ ആരും പ്രാക്ടീസ് ചെയ്യാൻ വരരുത്. മാക്സിമം റൈഡിങ് ഗിയേഴ്സ് കിട്ടണം കേട്ടോ. ഹെൽമെറ്റ് ഇടാതെ ഒരു കുട്ടിയോ ഹെൽമെറ്റ് ഇടാണ്ട് ഇവിടെ വന്ന് കൂട്ടോ ബ്രോ? ഇല്ല, ഹെൽമെറ്റ് ഇടാതെ ഇവിടെ വന്ന് കൂട്ടും. നമ്മളെല്ലാം നിയമപരമായിട്ട് ചെയ്യും. ഇവിടെ നിയമപരമായിട്ട് മാത്രമേ ചെയ്യൂ. ഹെൽമെറ്റ് ഇടാതെ ഒരാൾ പോലും ഈ ട്രാക്കിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ട്രാക്കിൻ്റെ സ്റ്റൈൽ ഒന്ന് കാണാം. ബ്രോ അല്ല ഒരു സെക്കൻഡ് ബ്രോ പോവല്ല. ബ്രോ ലഡാക്കിൽ പോകാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നതാണോ? അല്ല ബ്രോ ലഡാക്കിൽ പോകാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നതാണോ? ഇപ്പം ഈ വണ്ടീനെ കൊണ്ട് പച്ചക്കറിയിൽ എടുത്തിട്ട് ലഡാക്കിൽ പോകാൻ പ്രാക്ടീസ് ചെയ്യുന്നല്ലേ ബ്രോ? ഏതായാലും കാശ്മീരിൽ പോകുമ്പോൾ എന്തെങ്കിലും സാധനങ്ങളോട് നമ്മൾ വിളിച്ചോട്ടാ. നമ്മൾ ട്രാവലർ. അപ്പോൾ ഇത്രയും നല്ല ട്രാക്കിലേക്ക് കൂടി ഓടിച്ച് പരിശീലനമുള്ള ഇങ്ങക്കെല്ലാം ലഡാക്കിലെല്ലാം പോയിക്കൂടെ ചേട്ടാ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭയങ്കര എന്താ പറയുക ഒരു ഇതാണ്, ട്രാക്കാണ്. കാരണം കണ്ടോ ഈ ഹിമാലയ ഇവിടെ നമ്മൾ ലോക്കായി പോയി. ഇപ്പം വണ്ടി തള്ളിയിട്ട് പുറത്തെടുക്കണം അല്ല? എസ്കേപ്ഡ്. ഓ ലഡാക്കിൽ പോയപ്പോൾ ഇത്ര വലിയ അനുഭവം കിട്ടില്ല അല്ലേ എൻ്റെ മോനെ? വിചാരിച്ചോടെ അല്ലട്ടാ, അടിപൊളി ട്രാക്ക്. പിന്നെ വേറൊന്നും പറയല്ല, നല്ല മഴ വരുന്നുണ്ട്. നമ്മൾ കുറേ സമയം പ്രാക്ടീസ് ചെയ്തിട്ട് വണ്ടിയുടെ കോല ഇങ്ങനെയായി, മൊത്തം ചളിയാണ് കേട്ടോ. അപ്പം നല്ല ട്രാക്കാണ്. നല്ല ട്രാക്കാകുമ്പോൾ ഇതുവഴി പോകുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ ആയിരിക്കും. ഇവൻ ഇന്ന് രാവിലെ സർവീസ് ചെയ്തല്ലേ? ഞാൻ എന്നോട് പറഞ്ഞില്ല പ്രാക്ടീസ് ചെയ്യേണ്ട, സർവീസ് ചെയ്യേണ്ട എന്നുള്ളത്. അപ്പോൾ ഓനങ്ങനെ പോയിട്ട് സർവീസ് ചെയ്തു. നമ്മളിപ്പോൾ ഏകദേശം ഒരു 4-5 റൗണ്ട് അടിച്ചപ്പോൾ തന്നെ വണ്ടി ഇങ്ങനെയായി. അത് പിന്നെ ഓഫ് റോഡ് വരുന്ന വണ്ടികൾ എന്തായാലും ഇങ്ങനെയാണല്ലോ. ഈ നാട്ടുകാരോടൊക്കെ ഭാഗ്യമായിട്ടല്ലടാ, ഈ നാട്ടുകാരുടെ വണ്ടികൾ എപ്പോഴും ഓഫ് റോഡ് ഈ കോലത്തിലാണ്. അപ്പോൾ ഈ അടുത്തുള്ള ഒരു സർവീസ് സെൻറ്ററിൻ്റെ ഒരാളുണ്ട്, അദ്ദേഹത്തിന് എപ്പോഴും നല്ല പൈസയാണെന്ന് പറഞ്ഞിട്ടത്. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു ട്രോൾ വീഡിയോ ഒന്നല്ല കേട്ടോ, സത്യമാണ്, ട്രോളൊന്നല്ല. അപ്പം നിങ്ങളോട് പറയാനുള്ളത്,
പിന്നെ ഇവിടെ മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനത്തെ ഓഫ് റോഡ് ചിലപ്പം ഗവൺമെൻറ് നിങ്ങൾക്ക് പ്രൊവൈഡ് തരും സൗജന്യമായിട്ട്. ഇതേപോലെ ചളി ഇറങ്ങിയിട്ട് പോകാനും ചളിയിൽ കൂടെ ഓടിച്ച് പഠിക്കാനൊക്കെ ആയിട്ട്. മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്ന ചില കാര്യങ്ങളത്. അപ്പം ഈ മഴ വരുന്നതിന് മുമ്പ് പണി തീർക്കാത്ത കോൺട്രാക്ടേഴ്സും അതുപോലെ ഈ കോൺട്രാക്ടേഴ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കാത്ത പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാരൊക്കെയാണ് നമുക്ക് ഇങ്ങനൊരു സഹായം ചെയ്തിരുന്നത്. അവരോടൊക്കെ ഒരുപാട് നന്ദി വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലത്തെ റൈഡേഴ്സിനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഇത്രയും നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കി തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ശരി ഗൈസ്, എല്ലാവരും ഇവിടെ വരിക. പായത്താണ്. ഇരിട്ടിയിൽ നിന്ന് ജബ്ബാർക്കടവ് പാലത്തിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ടേക്ക്, അവിടെ നിന്ന് കിട്ടുന്ന ഡെഡ് എൻഡിൽ വലത്തോട്ടേക്ക് ആയിരിക്കാൻ നിങ്ങൾക്ക് ഈ ട്രാക്ക് കിട്ടും, പായം ഓഫ് റോഡ് ട്രാക്ക്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.